ഓക്കെ ഓക്കെ ഒന്നുകൂടി എടുക്കും ഒന്നുകൂടി ഓക്കെ ഓക്കെ ഒന്നുകൂടി എടുക്കും. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പൊ ഒരുപാടായി നമ്മൾ വീണ്ടും കണ്ടിട്ട് അല്ലേ, നമ്മളിപ്പോ ഓണത്തിന് മാവേലി വരുന്ന പോലെ വരാം. ഇതാരാ അത്? എന്താണ് ഗൈസ് നിങ്ങൾ ആദ്യം കണ്ടതിനെക്കാട്ടിയും നമ്മള് യാരം ബേബി കുറച്ച് വളർന്നിട്ടോ. അതെ 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 അതെ. ഹലോ ഗൈസ് എന്ന് പറയും. ആരാ ഹലോ ഗൈസ് എന്ന് പറയും? ബായ് കൊടുത്താലേ? ബായ്. കണ്ട ഗൈസ്, ആദ്യം ബായ് എന്നാ പറയാ. എന്താ ഒരു പണിയായില്ലോ. ഫസ്കാകന് ഒരു ഫോൺ 24 മണിക്കൂർ അടിഞ്ഞു കൊടുക്കും. എന്താ രണ്ടാളും കാട്ടണേ? അപ്പൊ എന്താ ഇപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞു കൊടുക്ക. ഇന്നത്തെ പരിപാടി എന്താ യാരെന്നെ പറഞ്ഞു കൊടുക്ക. എന്താ പറയും? യെസ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡേ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന നമ്മളെ യാര ബേബി കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് തിന്നണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൾ തന്നെ ഡിസൈഡ്. അയ്യാ ഇതിന്റെ പുതിയ ടി വി ഇത് ഏതെങ്കിലും കാണിച്ചു കൊടുക്കുക ഗൈസ്. പുതിയ ടി വി വാങ്ങിക്കുക നമ്മള് അല്ലെ, 55 ഇഞ്ചിന്റെ TCL QLED ടി വി വാങ്ങി. പക്ഷെ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ അടിച്ചിട്ട് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യാൻ ഒരാൾ ഇതുവരെയായിട്ട് വന്നില്ല. TCL സർവീസ് സൂപ്പർ അല്ലെ. ഇവ വാങ്ങിയിട്ട് 4-5 ദിവസമായി. ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇവിടെ നിന്ന് ഓഫ്ലൈനിൽ മേടിച്ചാൽ മതി. ഒരു 5000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടുവേന് അല്ലേ. പക്ഷെ എന്തായാലും ഫിറ്റ് ചെയ്യാൻ ആളില്ല. ഒരു അനാഥപ്രാതം പോലെ കിടക്കുക. ആരാണ് ഇട്ടടിച്ച് പൊട്ടിക്കാൻ നിൽക്കുക. അപ്പൊ ഒക്കെ വിധിയുടെ വിളയാട്ടം. ഇതൊക്കെ വരുന്ന നോക്കിയാ പോന്നോ. ഞാനോ what is this? you go എന്നല്ല, അവളെ അനിയ ഇട്ട് കൊടുത്ത കേട്ടോ. നമ്മളെ അളിയന്റെ പണിയാണ്. ഓൻ ബാർസലോണ ഓൻ ബാർസലോണ ഫാനാ. ബാർസലോണ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് യാരെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഹിബ ഇന്നത്തെ ഡേ ഫുള്ള് യാരെ നമ്മള് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. യെസ് യെസ് ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ പരിപാടി. ഇതിലുള്ള ഫസ്റ്റ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇതിൽ യാരേതാണ് എടുക്കണേ അതായിരിക്കും. അതാ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ തന്നെ മണി 1:30 ഇപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കുറെ സാധനങ്ങളുണ്ട്. പിസ്സ ഗുസാക്ക് എന്തൊക്കെ എഴുതിട്ടിരിക്കുന്നത്. അപ്പൊ ഞാനെടുക്കൂട്ടോ. ഞാനെടുക്കൂട്ടോ. ഞാനെടുത്താ നോക്കാം. പപ്പക്ക് നല്ല പപ്പ പറയട്ടെ ഏതാ എടുത്താന്ന്. ഞാനും മോള് പിസ്സ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. നീ ഏതാ പറയുക? ബിരിയാണി. ഓക്കെ ഓക്കെ ബിരിയാണി ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. എന്താ അവസ്ഥ? ബർഗർ ആരെടുത്തത്? എവിടെ പുറത്തേക്ക് പോകണോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യണോ? ഓക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ ഉണ്ടാക്കാം. ഓർഡർ ചെയ്യല്ലേ? ഓക്കെ ജർമ്മനി മലേഷ്യൻ വൈബാണ് തോന്നുന്നത്. ജർമ്മൻ ഹാംബർഗേഴ്സ് ഒക്കെ നമ്മൾ ആരാ ഓർഡർ ചെയ്ത്? ഇത് പണ്ടടി ജർമ്മൻ വൈബാണ്. നല്ല മണം ഗൈസ്. അടിപൊളി. ചുണ്ട് പൊട്ടി. അടിപൊളി ലൈവായിട്ട് ചുണ്ട് പൊട്ടിയൊക്കെ ഉണ്ടല്ലോ. സെറ്റാണ് ഹിവ. സ്വിഗ്ഗി വേണോ സൊമാറ്റോ വേണോ? അത് ആരോട് കഴിക്കണം? ഇത് സൊമാറ്റോ, ഇത് സ്വിഗ്ഗി. ഇതിലേതെങ്കിലും പിടിക്കേ. ഇതിലേതെങ്കിലും ഒന്ന് പിടിക്കേ. അപ്പന്റെ കയ്യില് ഇത് പിടിക്കുക. ഏതെങ്കിലും ഒന്ന് പിടിക്കേ. സൊമാറ്റോ അല്ലേ? സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാനാ പറഞ്ഞോ. ബർഗർ പറ്റിട്ടാ ഞാനാ. പടച്ചോനെ. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് തന്നെ കേട്ടോ പറഞ്ഞു. പൊന്നോ ഇതെന്താക്കാണ് ഹിബ? What the hell? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ചിക്കൻ സാൻഡ്വിച്ച്. ഞാനും അതേപോലത്തെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു. അപ്പൊ ആരാണ് നമ്മളെ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്? എന്തൊക്കെയോ കാട്ടുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ കഴിച്ചു നോക്കൂ. അടിപൊളി അടിപൊളി. യെസ് ഗൈസ്, അപ്പൊ യാരാ സൂപ്പർ. ഇപ്പൊ വേണ്ടി വരും.
എന്താ പ്രോബ്ലം? എന്തേ ഞാൻ ബർഗർ തിന്നാൻ പറ്റിയ നമ്മള് വാങ്ങാനൊന്നും ഇല്ലേ. അതെ അതെ അതെ. ഏയ് യെസ് ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്കൊരു പൂതി ഒന്നെങ്കിൽ പുറത്ത് പോവാന്ന്. അപ്പൊ പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഉച്ചക്ക് ഇപ്പൊ ഭയങ്കര വെയില. ഭയങ്കര വെയിലാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ചെയ്താൽ ഒന്നെങ്കിൽ ഹിബന്റെ വീട്ടിലേക്ക് പോവാ അല്ലെങ്കിൽ ഇന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ ഹിബദാ ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഹിബന്റെ വീട്, ഒന്ന് ഇന്റെ വീട് കേട്ടോ. അവിടെ എവിടെ പോവാന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ഞാനാ സെലക്ട് ചെയ്യും. ഒന്ന് എടുക്ക്. കുലുക്കി തരാം, കഷ്ടി തരാം. കുലുക്ക്. ഞാൻ എടുത്തോ. എടുക്ക് ഒന്നെടുക്ക്. ഒന്നെടുക്ക് ലോട്ടെടുക്ക്. ആ എടുക്ക് ഒന്നെടുക്ക്. ആ യെസ് ഗൈസ്, ഞാൻ എടുക്കുന്നുണ്ട്. ഏതാ എടുക്ക? അല്ല രണ്ടെണ്ണം എടുക്കരുത്. ഒന്നെടുക്കാം കേട്ടോ. ഒന്നെടുക്ക്. ആ എടുത്തോ. ആ ഓക്കെ യെസ്. എവിടാ നോക്കാ ഗൈസ്, ഇപ്പന്റെ വീടാതെ നോക്കട്ടെ. ഏതാ നോക്കട്ടെ. അല്ലാ മോനെ ഗൈസ്, അപ്പൊ ഹിബന്റെ വീട്ടിലേക്കാ ഉള്ളത്. ഇപ്പൊ ரொம்ப ദൂരം പോണം. ഞാൻ അപ്പളാ ചോദിച്ചത് വേണോ. അപ്പൊ ഇന്നോടായിട്ടോ അതിന് നമ്മള് കോഴിക്കോടല്ലേ ഇവിടെ പറഞ്ഞ അതാരാ വസിക്കാക്കായിരുന്നു. അപ്പൊ ഇന്റെ മമ്മീനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യല്ലേ. നമുക്ക് ഹിബന്റെ വീട്ടിൽ പോയിട്ട് വരാട്ടോ. അപ്പൊ നമ്മളുടെ ചലഞ്ച് ഓൺ ആയിട്ടുണ്ട്. ഫസികാക്ക കല്ലായി കിട്ടും വിചാരിച്ച് കൊറേ കൊതിച്ചിട്ടിട്ടതാണ്. പക്ഷെ അരിക്കോടാണ് കിട്ടിയത്. അത് നന്നായി. അല്ലെങ്കിൽ ഫസികാക്ക അങ്ങോട്ടേക്ക് പോകാൻ വലിയ മടിയാ. ആണ് പഠിച്ചവൻ അറിഞ്ഞുകൊണ്ട് ആരുടെ കൊണ്ട് എടുപ്പിച്ചതാ. പക്ഷെ നമ്മളെ ചലഞ്ച് എന്ന ആള് ഇവിടെ ഓഫായിട്ടാ. ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റും. ആരെ എണീച്ചാലല്ലേ ലഞ്ച് കഴിക്കാൻ പറ്റുമോ? ലഞ്ച് കഴിക്കാൻ പറ്റൂലല്ലോ. അതും ശരിയാണ്. ഇവള് അടിച്ചോഫായി. പോയി വാഴക്കാട് എത്തിയാണ്. ഫസ്കാക്ക ഇവളിപ്പോഴും ഉറങ്ങാണ്. ഓ നമ്മളെ കൺട്രോൾ ചെയ്യണ ആള് ഇവിടെ കിടന്ന് ഉറങ്ങാണ്. ഇതുവരെ നമ്മള് ലഞ്ചം കഴിച്ചിട്ടില്ല. ലഞ്ചം കഴിക്കായിട്ട് എന്തോ പോലെ തല ചുറ്റുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നും തിന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഉണർത്താൻ തോന്നുന്നു. ഞാൻ കണ്ടു. എന്ത് മീനാ എനിക്കറിയില്ല. പുഴയുള്ള മീനാ. ഓളാണെങ്കിൽ ഉണർത്താൻ തോന്നില്ല. പാവല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇപ്പൊ വിശന്നിരിക്കാം. നിങ്ങളങ്ങോട്ട് വിശന്നിരിക്കും. ഹിബ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾപ്പിച്ചു തന്നെ. ഹിബ കൂർക്കം വലിക്കുന്ന സൗണ്ട്. അതെ അതന്നെ ഗൈസ്, അതന്നെ. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. പോയി ഹിബന്റെ വീടെത്താനായി. എന്നിട്ട് നമ്മൾ വിചാരിച്ചത് ഹിബന്റെ വീടെത്തണതിന് മുന്നേ നമുക്ക് ലഞ്ചിന്റെ ഇത് യാരണം കൊണ്ട് എടുപ്പിക്കാന്നേനും അല്ലേ. പക്ഷെ പാളി ഗൈസ്, ഒരു രക്ഷയില്ല. നടക്കണ കേസില്ല കേട്ടോ. കുമാരേ ഉറക്കമെണീറ്റ് ദാ വെള്ളം കുടിച്ചിട്ട് വല്ല കാറിൽ മൊത്തം ആക്കുന്നു. കുമാരേ ഹിബക്ക് കിട്ടേണ്ടത് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടൊക്കെ ഇപ്പൊ അല്ലെ. ഹിബ പണ്ട് ചെയ്ത് കൂട്ടിയതിന്റെ ഒക്കെ യാര കൊടുക്കുന്നുണ്ട്. യാരാ ഹൈഫൈ യാര പപ്പന്റെ പേര് നല്ല പോലെ. പപ്പക്ക് നല്ല ചിരിക്കൊക്കെ. ആ വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാ അടുത്ത നറുക്ക് എടുക്കണ്ടേ? ലഞ്ച് കഴിക്കാനുള്ള കറക്റ്റ് സമയത്ത് എണീച്ചിട്ട് 5 മണിക്കായാലും ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ഓക്കെ, സെറ്റ് ആയിക്കോ. ഇവിടെ നമ്മൾ നറുക്ക് എടുത്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ. യാര എണീച്ച്. യാരാ പപ്പക്ക് നല്ല ബിരിയാണി തന്നെ തരണടാ. പപ്പക്ക് ഇഷ്ടം ബിരിയാണി ആട്ടോ. യാരും ആകെ സൊറാണ് ഗൈസ്. ഇവിടെ ഫുള്ള് സൊറാണ് ഗൈസ്. ഈ രണ്ടിനും കൂടി കഴിയൂല ഗൈസ് ഹാൻഡിൽ ചെയ്യാൻ. യാരോ കമോൺ. യാര് പേപ്പർ ആയിട്ടോ. പപ്പ പേപ്പർ ആയിട്ടോ. അല്ലാഹു അക്ബർ. ആ ഇത് ഇനിയിപ്പോ ഏതായാലും പൊട്ടൂല വീണാല്. ലഞ്ചിനുള്ള 5 മണിക്കുള്ള ലഞ്ച് ഹിബ യാര ഒന്നെടുക്ക്. യെസ് ഗൈസ്, അപ്പൊ യാരെ കൺട്രോളിങ് അവരുടെ ഡേ ആണ്. കമോൺ എടുക്ക്. നമ്മള് ഹിബന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. ഒന്നെടുക്ക്. ഒറ്റ 1 എടുക്ക്. ഞാൻ എടുക്ക്. ഇപ്പൊ കുറച്ച് സമയം. എന്താ ഗൈസ്, അപ്പൊ എന്താ ഇന്ന് തിന്നാൻ പോണെന്ന അൽഫാമിന്റെ സ്പെല്ലിംഗ് നോക്കിയ ഗൈസ്. അൽഫാമിലി എന്നൊക്കെ എഴുതണമല്ലോ. അൽഫാം. താങ്ക് യു യാര്. അൽഫാമാണ് ഗൈസ്. അപ്പൊ അൽഫാം അടിക്കാട്ടോ. കമോൺ ലെറ്റ്സ് ഗോ. എന്നെ കൊണ്ട് ഏതായാലും ഉപകാരമുണ്ട്. ഹിബന്റെ ലോക്കൽ ഫുഡൊന്നും തിന്നണ്ട. ഏതായാലും നല്ല ഫുഡൊക്കെ തിന്നാ. അൽഫാം കോഴി ബിരിയാണി ഒക്കെ നമ്മളെ യാരെടുക്കണം കേട്ടോ. ആഹാ പേപ്പർ തിന്നാണ് ഇവളെന്താ ആടോ. അൽഫാമ തപ്പി നടക്കായിരുന്നു. പക്ഷെ അൽഫാമ എവിടെയും കാണുന്നില്ല. പക്ഷെ ഞാൻ മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടോ. കാണിച്ചില്ല വൈബ് സ്ഥലം കാണിച്ചില്ല. ഹിബന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് വൈബ് സ്ഥലങ്ങളായിട്ടുള്ള കാണിച്ചത്. ഓ ഏതൊക്കെ സ്ഥലം. ബോട്ടൊക്കെ ഉണ്ടല്ലോ. ചെക്കന്മാർ ഇതാ ഫുട്ബോൾ കളിക്കുന്നു.
ഇജാതി വൈബ് സ്ഥലമല്ലേ ഗൈസ്, സൂപ്പർ സ്ഥലങ്ങൾ, ഒരു രക്ഷയില്ല. എമ്മാരി ഭംഗിയല്ല എൻ്റെ നാട്. ആ ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചോളൂ, ബാസന്തി അയക്കണേ പല്ലിന്റെ മേലെ കേട്ടാ. ഞാനതൊക്കെ ഏയ് സൂപ്പർ സ്ഥലം ഗൈസ്. ഇത് നമ്മളെ കോഴിക്കോട് അങ്ങനെ കിട്ടൂല, ഇത്രയും നല്ല സ്ഥലങ്ങൾ നമ്മളെ കോഴിക്കോട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ഇതെന്തായാലും അടിപൊളിയായി. എല്ലാവർക്കും ചലഞ്ച് ചെയ്യുമ്പോൾ എനർജി ഉണ്ടേ. ലാസ്റ്റ് നമ്മളൊരു ഹോട്ടലിൽ കയറിയില്ല, മിന്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവന്റെ വീട്ടിലേക്ക് പോകുന്നതിന്റെ അടുത്തുള്ള ഹോട്ടലാണ്. നല്ല ഹോട്ടലാണെന്നാ തോന്നുന്നത്, നല്ല സൗകര്യമുണ്ട്. ഞാരതെവിടെ ഞാരാ ജ്യൂസ് സെലക്ട് ചെയ്ത് തരണം കേട്ടോ. പപ്പക്ക് അനാറ്. ഓക്കെ, ഓ പ്രൊമോഷൻ ഓൺ പ്രൊമോഷൻ ആണ്. ഞാനൊരു ഓർഡർ ഞാൻ വേറെ ആൾക്കാർക്ക് എന്തിനുണ്ടാക്കി കൊടുക്കണം, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ വെബ്സൈറ്റ് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ സ്വന്തമാണ്, വെബ്സൈറ്റ് അല്ല, ഇത് വാട്സപ്പിൽ ഓർഡർ എടുക്കണം. വാട്സപ്പിലോ വെബ്സൈറ്റിലോ. ഇതിന് ചെറിയ പൈസ ഉള്ളൂ, 1199 1299 അങ്ങനെ എന്തോ ഉള്ളൂ. ഒരു ഓവർകോട്ട് വരുന്ന ടൈപ്പ് അല്ലേ. ദീപക് ഫീഡ് ചെയ്യാൻ നല്ല സുഖമല്ലേ ഇതില്. അങ്ങനെ എന്തോ ഉള്ളു അല്ലേ. അപ്പൊ അതാണ് ഹിബന്റെ ഡ്രസ്സ്. അത് പറയാൻ വേണ്ടിട്ട് അപ്പൊ വന്നത്. ശരി ശരി. നമ്മളെ മന്തി അൽഫാം വിത്ത് റൈസ് എത്തിയിട്ടുണ്ട്. ചെടിയിലും സാധനം ഭയങ്കര ഫ്ലേവർ. ശരിക്കും ഹിബന്റെ ഉണക്ക ചോറും എന്തെങ്കിലും ചമ്മന്തിയൊക്കെ തിന്നേണ്ടിയായിരുന്നു. ജസ്റ്റ് രക്ഷപ്പെട്ടാന്ന് ചലഞ്ചുള്ള എന്നോട്. എന്നാ എല്ലാ ദിവസവും ചലഞ്ച് വെച്ചോ. അങ്ങനെ പറയരുത്. ഒന്നല്ല ചോറും അൽഫാം സൂപ്പർ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മന്തി. നല്ല ചെറിയ റൈസ്, സുഖമുള്ള സാധനം. ആരെ കക്കിരി എന്നാട്ടാ. സമയം 7 മണി. ബിഗ് ബോസ് അതാ എന്റെ മടിയിലിരിക്കുന്നു, ഞാനല്ല അതാ. ബിഗ് ബോസ് സമയം 7 മണി. ഇനി എന്താ ചെയ്യണ്ടേ? എല്ലാരും ഉറങ്ങിയാലോ? അപ്പൊ നമ്മളെ വീടെത്തിയിട്ടുണ്ട്. നട്ടപ്പാരക്ക് പറയാതൊക്കെ കേറി വരലാണ് ഇവിടെ പതിവ്. സർപ്രൈസ്, ഞാൻ വീടെത്തി. ഞങ്ങളൊരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് അരീക്കോട് കല്ലായി നിട്ട്. അപ്പൊ നിങ്ങളെ കുഞ്ഞുമോള് അരീക്കോട് നിടുത്ത്. നിങ്ങൾ കേട്ടോ? നിങ്ങളുള്ള സ്നേഹം മൂത്തിട്ട് അരീക്കോട് നിർത്ത്. അങ്ങനെ വണ്ടി ഇവിടെ എത്തി. ഫസ്റ്റിക്കൊക്കെ കല്ലായി ഇട്ടു വിചാരിച്ചു. എന്താണ് ആ വല്യമ്മന്റെ മുഖത്തുള്ള സന്തോഷം. ഇത് കാണാനെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുവന്നു. നല്ല സന്തോഷം കൂടി കുട്ടീനെ നോക്കണ്ടല്ലോ. ഉമ്മച്ചിക്ക് സന്തോഷായി, എനിക്ക് സന്തോഷായി. ഫസ്റ്റിക്കാക്ക് മാത്രം സന്തോഷം. കണ്ട് വീട്ട് മാത്രം പോണം അല്ലേ? അല്ലേ കളിച്ചെന്നാലെങ്ങനെ? ഇന്ന് ഇവിടെ ചലഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ലോട്ടാണ് പോയിട്ടൂടെ. മുതലാളിയായി നടക്കുക, ഒരു പണി ചെയ്യാതെ. വല്യമ്മ കുട്ടിയെ കളിപ്പിക്കുന്ന സമയത്തെ ബാക്കി ചെയ്യിപ്പിക്ക്. അലോട് പിടിച്ച് നിൽക്കുക. ചെറിയ മധുരപ്പൈനെ ബലൂണും ആട്ടി നടക്കുക. അപ്പൊ ഞങ്ങൾ ഇനി ബാക്കി ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. മുതലാളി എത്തിക്കണേ. കൊച്ചു മുതലാളിയായിട്ട് ഇരിക്കാതെ ബാക്കിയുള്ള ലോട്ട് എടുത്തൂട്. ഇത്ര നേരമായി പറയണേ. എന്താ നൈറ്റ് കൊടുക്കാണ്ട് അതിന് മുന്നിപ്പോ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കണം. ഇനി നമുക്ക് ഒരു ടാസ്കിലേക്ക് കിടക്കാം. നമ്മള് ലഞ്ച് കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ളല്ലോ. അപ്പൊ ഇനി അടുത്തത് നമ്മളിതാ അൽഫാമൊക്കെ തിന്ന് കഴിഞ്ഞാൽ അടുത്ത ലോട്ട് ഇതാ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഇതാ ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഒന്നെടുക്ക ഞാനും. അപ്പൊ ഒന്നെടുക്ക് വാവതാ. ഒന്നെടുത്ത് നോക്കി നോക്ക് എന്താ നോക്കട്ടെ പപ്പ നോക്കട്ടെ. ചുട്ടി എറിയുന്നതാകെ എന്താ ഉള്ളത് നോക്കാം ഗൈസ് നമുക്ക്. ഞാൻ കുറച്ച് ടാസ്കുകളൊക്കെ ഇതിൽ എഴുതി വെച്ചത്. ഇതെന്താ മോനെ കാട്ട ഹിബസ്റ്റ
ഇവക്ക് ചെരുപ്പ് വാങ്ങുവാ മോനെ. അപ്പൊ ഹിബക്ക് ചെരുപ്പ് വാങ്ങണ ടാസ്ക് ഒന്നും കൂടെ എടുത്തോ ഇനി മസികാക്ക് എന്തെങ്കിലും കിട്ടിയാലോ വാവല്ലേ. അത് കാണുന്നില്ലട്ടാ. ആ ഓക്കെ ഓക്കെ ആ ഓക്കെ 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 ഒന്നുകൂടി എടുക്ക്. ആരാ ഒന്നുകൂടി ആ ഓക്കെ ഓക്കെ ഒന്നുകൂടി എടുക്ക്. സൂപ്പർ അടിപൊളി. എന്ത് നോക്കിക്കേ ഞാനെന്താ ചെയ്യാൻ? എന്റെ മോള് പൊട്ടിച്ചല്ലേ. എന്നോട് പറഞ്ഞ എന്താ കാര്യം? ഒറ്റ പൊട്ടിച്ചിട്ടോ. എന്റെ ഗ്ലാസ് ഇവിടെ കാണിച്ചിട്ട് കാലിപ്പോ തന്നെ ഇതിന്റെ അടിയിൽ ഇതാ ഗ്ലാസ് ഒക്കെ കുടുങ്ങി കിടക്കുന്നു. ഓള് എറിഞ്ഞാഞ്ഞ് പൊട്ടിച്ചാ ഞാൻ എന്ത് ചെയ്യാനത്? എന്തൊക്കെ പണിയെ കാട്ടണേ? തന്നാലല്ലോ അതൊക്കെ അവിടെ പൊട്ടിക്കിടക്കണേ. തന്നാലല്ലോ. ആ എന്റെ പൊന്നോ നല്ല നല്ലോണം കിട്ടണം. ഗമ്മിച്ചാണ് പണി കുറുമ്പ് കാരണം ഒന്ന് എടുക്കത് ഇന്നൊന്ന് മനസ്സിലാവുണ്ടല്ലോ പറയണ കാര്യം. ഒരു പേപ്പർ എടുക്കത് ഇന്ന്. ഇത് ലാസ്റ്റ് ആണ് കഴിഞ്ഞ്. ഓക്കെ നേരത്തെ നമുക്ക് ചെരുപ്പ് വാങ്ങി തരാനല്ലേ? ഓക്കെ ആ ഫസിക്കാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാം നേരത്തോ. അല്ലെങ്കിൽ കിട്ടൂലേ അതിനാണ് ചായ ഇപ്പം തന്നെ പാലാ കട്ടരാ പാല്. അല്ലേ ഫസിക്കാക്ക ഫുഡൊക്കെ ഹെവി ആയി കഴിച്ചാൽ അതിന് കോഴിക്കോടൊക്കെ ബദാം മിൽക്ക്, പാൽ ചായ, നല്ല ഏലക്കായിട്ട മസാല ചായ, ജിഞ്ചർ ചായ അതൊക്കെ കൊടുക്കാം. പോയി ഉണ്ടാക്കി വേണ്ടി അപ്പൊ ഇനി ചായ ഉണ്ടാക്കി കൊടുക്കണം. എന്റെ ഐഡിയ ആയിപ്പോയി. അവിടെ വല്യാപ്പത്തിക്കണട്ടാ ഞാനാ നമുക്ക് നല്ല തരാട്ടോ. ആർക്ക് നല്ലോണം തരാം. നമ്മളിത് നല്ല മസാല പട്ടച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പട്ടച്ചാരായം പോലെ പട്ടച്ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ചായ ഉണ്ടെന്നാ. നീ ഗ്ലാസ് കൂടി എറിഞ്ഞു പൊട്ടിക്കല്ലേ ടോസ്കാക്ക. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ചായ. നീ എവിടെ ചായപ്പീടി ഇട്ടുണ്ട് ഇവിടെ? ആ നിങ്ങക്ക് ചായപ്പീടി ഉണ്ട് ഫാമിലി ആയിട്ട്. നല്ല ചായ ആണല്ലോ. ചാലഞ്ചിന്റെ ബാക്കിയാണ്ട് അപ്പം അങ്ങനെ കൺട്രോളർ ഉറങ്ങിട്ടോ അല്ല ഹിമ? റിമോട്ടിന്റെ ബാറ്ററി എടുത്ത് തീക്കേണ്ടി വരും. ആകെ സീനായി. ഇനിയിപ്പോ ഒരു ലോട്ട് കൂടി എടുക്കാണ്ട് ഇന്നത്തെ ഡിന്നർ എന്താന്നുള്ളപ്പോൾ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ ചലഞ്ച് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എണീക്കണം കേട്ടോ. കഴിക്കാൻ നല്ല വിശക്കുന്നുണ്ട്. പിന്നെ ഹിബക്ക് ചെരുപ്പിന്റെ പീടിയൊന്നും ഒരു ചെരുപ്പൊന്നും കിട്ടിയില്ല. അപ്പൊ ഓൺലൈനിൽ ചെരുപ്പ് ബുക്ക് ചെയ്തോളൂ കേട്ടോ. ചെരുപ്പില്ലല്ലോ, സമയപ്പോയില്ലേ. കൺട്രോളർ ഉറങ്ങുകയും ചെയ്ത്. അല്ല അതിന് ഇതിടുന്ന കുപ്പി പൊട്ടിച്ചില്ലേ? നമ്മുടെ ഭക്ഷണം കിട്ടി നമ്മുടെ ഭക്ഷണം കിട്ടി. എന്ത് തേങ്ങാണോ എടുത്തത്? പാരഗണ് റഹ്മത്തോട്ടല് എന്തൊക്കെയോ തേങ്ങ ഉണ്ടാക്കിട്ട്. പിന്നെ വീട്ടിലുണ്ട്, തട്ടുകട ഉണ്ട്, എന്തൊക്കെയോ തേങ്ങ വീട്ടില് തന്നെ ആവും മിക്കവാറും. നല്ല രീതിയിൽ ഫുഡ് കിട്ടണേ. ഞാൻ കാണാതെ ഇത് എടുക്കൂല. വെജ് ഫുഡ് ഗൈസ്. ഈ രാത്രി പണി തന്നെ നോക്കിയാ. അല്ല രണ്ടാമതും ഉണ്ടെന്ന് എന്തോ അല്ലേ? പാരഗണുണ്ട്, റഹ്മത്തുണ്ട്, ഏതൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വെജ് ഫുഡ് എടുക്കാൻ അറ്റ്ലീസ്റ്റ് ഫലൂദ എടുത്തൂടെ? ഞാൻ ആദ്യം എടുത്തൂടെ? ഞങ്ങൾക്ക് ഗ്രീൻ പീസ് മതിയോ? വെജ് ബിരിയാണി എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വെജ് ബിരിയാണി ഓർഡർ ചെയ്യാം. പിന്നെ വെജ് ജ്യൂസ് വെജിൽ വിടുന്നതല്ലേ? അപ്പൊ വെജ് ജ്യൂസ്. ഫലൂദ ആണോ? ഫലൂദ വെജ് അതാ പച്ച ആണോ? ഫലൂദ ആണോ? ഫലൂദ ആണോ? വെജ് ഫലൂദ എടുക്കണം. സലാഡ് വെജ് ഫലൂദ. എടാ ഫലൂദ വെജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പച്ച കാണിക്കൂല, മനസ്സിലായോ? ഇവിടെ പച്ച കാണിക്കും. പച്ച കാണിക്കുന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സീന് ഗൈസ്. ടോപ്പ് ഫോമിൽ നിന്നൊക്കെ ആരാണ് ഈ സമയത്ത് വെജ് ഓർഡർ ചെയ്യുക? അവിടെയുള്ള ആൾ തന്നെ ഞെട്ടിപ്പോയിണ്ടാവും. ഏതാടാ ഈ പൊട്ടന്റെ വെജ് ഓർഡർ ചെയ്യണത്? നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എത്തിയ സാധനങ്ങൾ ഇതാ ഹിബയുടെ ഫലൂദയും പിന്നെ നമ്മളൊരു ബിരിയാണിയാണ് പറഞ്ഞ വെജ് ബിരിയാണി ഗൈസ്. യാരാ യു ആർ സോ ക്രൂവൽ. ഓക്കെ
ഈ ബിരിയാണിയിലൊക്കെ വെജ് കണ്ടുപിടിച്ച വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഇതില് വെജ് കണ്ടുപിടിച്ച ആളെ തലക്കടിച്ച് കൊല്ലണം. നല്ല മണട്ടോ. മസ്റ്റ് ട്രൈ. മസ്റ്റ് ട്രൈ. പാരലൽ വേൾഡ്. ഈ കാര്യം നമ്മള് വെജ് ബിരിയാണി ഒക്കെ തിന്നണേ ടേസ്റ്റ് ഉണ്ടല്ലേ ഇവ? നൈസ് ഹെൽത്തി ഫുഡാ അല്ലേ? എന്താ ഒന്നും പറയാത്ത? കുഴപ്പമില്ലേ? ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, പിന്നെ വലിയ മുളക്, ഇതൊക്കെ ഉള്ളത് കേട്ടോ. ഇപ്പം എത്ര അല്ലേ വെജ് ബിരിയാണി കഴിച്ചിട്ട്? എനിക്കാണ് പണ്ട് നമ്മൾ ഡൽഹി പോകുമ്പോൾ അങ്ങനെ കഴിച്ചാൽ അല്ലേ വെജ് ബിരിയാണി? കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ബിരിയാണി ഫുള്ള് തിന്നിട്ടോ വെജ് ബിരിയാണി ഒക്കെ. ഭയങ്കര വിശപ്പ്. ആര് താങ്ക് യു വെജ് ബിരിയാണി ട്രൈ ചെയ്തതിൽ താങ്ക് യു. ക്ലാപ്പ് അടിക്ക്. ആ ട്രെയിനിൽ കിട്ടുന്ന പോലെയാണോ? ഇതിന് എത്ര റുപ്യുണ്ട്? ഇതിന് സാധാ ബിരിയാണിന്റെ പൈസ തന്നെ ഉണ്ട്. പിന്നെന്താ ഇപ്പോ സാധാ ബിരിയാണിന്റെ പൈസ കഴിച്ച അതിനെക്കാണ്ടി പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇപ്പം അടിപൊളി ഡേ അല്ലേനോ? ഞാൻ കൺട്രോൾ ചെയ്തേ. ഇനി എനിക്കൊന്ന് ഹിബനെ കൺട്രോൾ ചെയ്ത ഒരു ഡേ വേണമെന്നുണ്ട്. അടിപൊളിയാവും. 1:51 എന്താ ചെയ്യാ? 1:51 കൺട്രോളർ നോക്ക്. എടേ കൺട്രോളർ എന്ത് 1:51 കൺട്രോളർ ഇവിടെ ചിരിച്ചിരിക്കുക. അപ്പൊ എന്തായാലും ഗൈസ് ഇതായാലും ചലിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവാ. ഇന്ന് ആരൊക്കെ ഒരു ഓപ്ഷനും കൂടി കൊടുക്കാം. ആരും ഉറങ്ങണം ആരും ഉറങ്ങണ്ടെന്നുള്ളത് ഒന്ന് എഴുതിയാലോ ഇവ? അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം, ബെല്ലൈക്കൺ മറ്റു വീഡിയോ ആയിരിക്കും. ബൈ പറയും. പാട്ടൊക്കെ പോവാ. അവ എടുത്താള് ഫോണിൽ അവ എടുത്താള് ഒരവ എടുത്താള് അവ കൊടുത്താള് അപ്പൊ ചലഞ്ചൊക്കെ ഇന്നലെ കഴിഞ്ഞില്ലോ. പിന്നെ ഇന്നായപ്പോ ഹിബ പറയാണ് ഹിബക്ക് ഇന്നലെ ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ മറന്നു നേരം വൈകിട്ട്. എന്നിട്ട് ഓൺലൈനിൽ വാങ്ങിയ നോക്കി എത്ര ചെരുപ്പ് വാങ്ങിയ? 1 2 3 4 ചെരുപ്പ് വാങ്ങി. സന്തോഷമായല്ലോ. ഇന്നലെ രാത്രി ഫുള്ള് കുറ്റം പറച്ചില്ലേന്. ചലഞ്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക ചെരുപ്പ് വേണം. വന്നിട്ട് കാണിച്ചു കൊടുക്കാം അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പൊ ഇവിടെ വള്ളംകളി തുടങ്ങിട്ടോ. ഞാനെന്റെ കൺട്രോളിംഗ് ഡേ ഒക്കെ കഴിഞ്ഞ് ഞാനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാ കയറിയണ്ട. അപ്പൊ വെറുതെ പറഞ്ഞോ.